ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് ചേട്ടൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന വാക്ക് സമാധാനമാണ്. എന്ത് പറഞ്ഞാലും അതിനകത്തൊരു സമാധാനം ഉണ്ടാവും. സോ ജോബ് കുര്യന്റെ സമാധാനം എന്താണ്? വാട്ട് ഈസ് സമാധാനം ഫോർ യു എന്ന് ഞാൻ ചോദിച്ചാ? സമാധാനം എന്ന് പറയുന്ന ഒരു ഭയങ്കര റഷൊന്നും ഇഷ്ടമല്ല. എല്ലാ കാര്യത്തിനും ഒരു അല്പം സാവകാശം ഇഷ്ടമാണ്. മ്യൂസിക് ആയാലും ജീവിതത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചില് അപ്പം ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു പോക്ക് അങ്ങനെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ അകത്തൊരു ചെറിയൊരു റിലാക്സ്ഡ് മോഡ് പിടിക്കാനാണ് എനിക്കിഷ്ടം. മേ ബി പ്രയോറിറ്റി അതാണ്. സാമ്പത്തികം വേണ്ടെന്നല്ല, എന്നാലും ടോട്ടലി അതല്ല ഉദ്ദേശം. നമ്മുടെ ഇഷ്ടപ്പെടുന്ന കാര്യം, അതിൽ നിന്ന് കിട്ടുന്നൊരു പ്രേക്ഷകരുടെ റെസ്പെക്റ്റും സ്നേഹം, അതിനൊക്കെ പ്രയോറിറ്റി കൂടുതലാണ്. അപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പരിമിതിക്കകത്തുനിന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഞാൻ സമയം എടുക്കും. ഇപ്പോൾ കോൺസേർട്സ് ഒക്കെ ആയാലും ബാക്ക് ടു ബാക്ക് ഒന്നും ഞാൻ ചെയ്യില്ല. വന്നാൽ തന്നെ ഞാൻ പറയും, ഇല്ല എനിക്ക് ശബ്ദത്തിന് കുറച്ച് ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് ഔട്ട് ചെയ്തിട്ട് അവസാനം വയ്യാണ്ടായി പോകുന്നതിലും നല്ലതാണ് അല്പം ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അല്പം ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടേ കോൺസേർട്സ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചെയ്യുന്നതിന് നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. ബാക്ക് ടു ബാക്ക് ഒത്തിരി എണ്ണം ചെയ്താൽ നമ്മൾക്ക് തന്നെ നമ്മളെ മ്യൂസിക്കോട് മടുപ്പ്, മൊണോട്ടണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഒരു ഇതാണത്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ ഞാൻ അല്പം സ്പേസ് ഔട്ട് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് നാച്ചുറലി നമ്മളുടെ എന്താ റവന്യൂവിനെ അത് കുറച്ച് കുറയ്ക്കും. പക്ഷെ കുഴപ്പമില്ല, സമാധാനം ഉണ്ടല്ലോ. അപ്പൊ ഈ മോണോട്ടോണസ് ആവാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്യാ? ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് എടുക്കും. ഉറപ്പായിട്ടും. പിന്നെ ഈ ട്രാവൽ, ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമാണ്. അപ്പം സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. പ്ലസ് കൂട്ടുകാരുമായിട്ട് യാത്ര, ഇതൊക്കെ യാത്രകൾ നമ്മൾ ഒത്തിരി ഈ മൊണോട്ടണി മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒത്തിരി ദൂരെ അങ്ങ് പോയിട്ട് ഞാൻ അങ്ങ് പോകുന്നല്ല, പറ്റുന്ന നമ്മുടെ അടുത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകല്ലോ. അപ്പം അങ്ങനെ ബ്രേക്സ് എടുക്കും. പിന്നെ ഫാമിലി ടൈം വളരെ ആസ്വദിക്കുന്ന ആളാണ്. യാത്രകളിലൂടാണോ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനുള്ള കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ അതൊക്കെ കണ്ട്? യാത്രകൾ വലിയൊരു ഘടകമാണ് എൻ്റെ പാട്ടുകൾക്കെല്ലാം. എല്ലാ പാട്ടുകളുടെ പിന്നിലും ഒരു യാത്രാനുഭവം ഉണ്ടാവും. അങ്ങനെ അനുഭവം എന്നല്ല, ഉറപ്പായിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതും നമ്മൾ കൂടുതൽ കേൾക്കുന്നതും ഒക്കെ ആ സമയത്താണല്ലോ മ്യൂസിക്കും ഒത്തിരി. അപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള സമയമാകുമ്പോഴേക്കും അതിൽ കൂടുതൽ ഒരു നമ്മുടെ ഇൻറ്റിമസി, നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, മെച്ചപ്പെടാനുള്ള വഴികൾ ആലോചിക്കും. അപ്പം പല പാട്ടുകൾ ചിലപ്പം സ്പാർക്ക് ഉണ്ടാവും. എനിക്കൊന്ന് എല്ലാവരുടെയും പ്രോസസ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. നല്ലൊരു ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു സ്പേസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ജോബ് ചേട്ടൻ്റെ യാത്രകൾ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യുന്നവരൊക്കെ ജോബ് ചേട്ടൻ്റെ ഏത് പാട്ടാണ് എടുത്തിരുന്നത്? എനിക്ക് തോന്നുന്നു പദയാത്രയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ യാത്രകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പദയാത്രയാണ്. അപ്പൊ ഇത് ചെയ്ത സമയത്ത് ചേട്ടന് വിചാരിച്ചിരുന്നു ഇത് കൂടുതൽ യാത്ര? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊരു പേർപ്പസ് ഉണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതിനോടൊരു എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അതൊരു ഇൻസ്പിറേഷൻ, ഒരു ആസ്പെക്ട് ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ യാത്രയോടനുബന്ധിച്ച് ചെയ്തതാണ് ആ പാട്ട്. അജയ് പുള്ളിക്കാരൻ ഇങ്ങനെ ഹിമാലയത്തിലൊക്കെ പോയി അവിടെയൊക്കെ ഇറങ്ങി വളരെ ലോ ആയിരുന്നിരുന്ന പുള്ളി പോയി വന്ന ആൾ വളരെ ഫ്രഷായിട്ട് വരികയും, അപ്പോൾ അത് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം തോന്നി. വെച്ചാൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ഒരു വല്ലാത്തൊരു മൂഡിലാണ് പോയത്. വന്ന ആൾ വളരെ ഫ്രഷായിട്ട്, അപ്പോൾ ഒരു 30 ദിവസമൊക്കെ യാത്ര ചെയ്ത് വന്ന ഒരാൾക്ക് വന്നൊരു മാറ്റം, മേ ബി എക്സ്പീരിയൻസസ് ആയിരിക്കും, പലരുടെ ജീവിതങ്ങൾ നമ്മൾ നേരെ കാണുമായിരിക്കും. അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ലാന്ന് തിരിച്ചറിയുന്നതായിരിക്കാം. അപ്പോൾ ആ തിരിച്ചറിവ് നമ്മളെ സന്തോഷവാനാക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാത്രകൾ ചെയ്യുന്ന ഒരു സംഭവം. നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് ചിന്തിക്കുകയും, വീട്ടിൽ അങ്ങനെ സ്റ്റഫി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി വന്ന ആൾ വേറെ ഒരു ആളായിരുന്നു. അപ്പോൾ ഞാൻ ഓൺ ദ വേ പുള്ളി ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് അയച്ചു തരുമായിരുന്നു. കാലിൻ്റെ പടം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി, അത് ഫ്രഷ്നെസ്, പുള്ളി മൊത്തത്തിൽ ആൾ മാറി. അപ്പോൾ അത് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ പാട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഒരു യാത്രയോട്. പിന്നെ അത് ചെയ്തു വന്ന് കൂടെ മ്യൂസിഷ്യൻസ് ജോയിൻ ചെയ്തു, ഹരീഷ് ജോയിൻ ചെയ്തു, എല്ലാവരും ഒരുമിച്ച് വന്നപ്പോഴേ മ്യൂസിക് മോജോ എന്ന് പറയുന്ന ഷോയില് കപ്പയുടെ. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു ആ ദിവസം. ഇത്രയും ഒരു സ്നേഹബന്ധം എല്ലാവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും എല്ലായിടത്തും പറയാം, അന്ന് ഷൂട്ടിന് വന്നവർക്കെല്ലാം ഒരു ബക്കറ്റ് പോസിറ്റിവിറ്റി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും തമ്മിൽ ഇപ്പോൾ വിഷ്വൽ ചെയ്ത ഇപ്പോൾ സുമേഷ് ലാൽ സാറും ടീമുമാണ് കപ്പയുടെ.
അന്നത്തെ. അപ്പോൾ അവരെല്ലാവരും നമ്മളെല്ലാവരും തമ്മിലൊരു ഭയങ്കര ഒരു കോംപ്രമൈസറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് പദയാത്ര. പിന്നെ ഓഫ് കോഴ്സ് ഐ ഹവ് ലെറ്റ് ഫ്രം ദ ഫ്രണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടൻ്റെ എഴുത്ത്. അപ്പോൾ എല്ലാം ഒരു അതാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ബ്യൂട്ടിയാണ് പദയാത്ര. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നത് ഭയങ്കര അപാര പാട്ടായിരിക്കും പുറത്തു വരിക, അപാര മ്യൂസിക് ആയിരിക്കും. കാരണം ആ ലിറിക്സും അദ്ദേഹത്തിന്റെ വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതിങ്ങനെ ഹാർട്ട് ഫെൽറ്റ് എന്നൊക്കെ പറയുന്ന വരികളാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം എപ്പോഴാണ് തുടങ്ങുന്നത്? ഒരു 18 വർഷം. താളം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്യുന്ന സമയത്ത് ആണ് പുള്ളിയെ ഞാൻ ആദ്യം റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഞാനും ചരണം യാക്സനും ചേർന്ന് ചെയ്തൊരു ആൽബമാണ്. അപ്പോൾ ആ സമയത്ത് അവിയലിൻ്റെ നടന്നടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ വളരെ ഹിറ്റായി അവരുടെ ഒരു ആൽബം ഒക്കെ ഇറങ്ങിയിരിക്കുന്ന സമയം അതിൻ്റെ അകത്ത് പല പാട്ടുകളും അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ ഞാൻ റെക്സ് വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കോണ്ടാക്ട് കിട്ടിയത്. ചെന്നു. പിന്നെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ മനസ്സിലായി ഇത് പുള്ളിയായിട്ട് എന്തോ നമുക്കൊരു എളുപ്പമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിയായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ജെല്ലാവുകയും പിന്നെ ഒരു ചേട്ടനെ പോലെയുള്ളൊരു സ്നേഹം പുള്ളി എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. എന്നും അത് തുടരുകയാണ്. അടുത്ത ലേറ്റസ്റ്റ് പ്രോജക്റ്റായ ജോബ് കുര്യൻ സ്റ്റെം 10 പാട്ടിൽ ഒരു 5 പാട്ടെങ്കിലും മൂപ്പരായി തന്നെ എഴുതും. അപ്പോൾ നമുക്കിത് കൺവേ ചെയ്യാൻ എളുപ്പമാണോ? ചിലപ്പം ലൈക്ക് മൈൻഡ്നെസ് ആയിരിക്കാം. നമ്മളൊരു ചിന്താഗതികളുടെ സാമ്യതകൾ ഉണ്ടാവും. അങ്ങനെ തന്നെ നമുക്ക് അത്ര സമയം ഒരു വ്യക്തിയോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം എല്ലാവരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. സിമിലറായിട്ട് ചിന്തിക്കുന്നവർ തമ്മിലൊരു ബന്ധം സ്ട്രോങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പുള്ളി ഞാനും കുറേ കാര്യങ്ങൾ ഉറപ്പായിട്ടും വളരെ സിമിലർ തോട്ട് പ്രോസസ്സാണ് മേ ബി. സോ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നതിന് ഇന്റർനാഷണലി ഇപ്പോൾ ഒരു സ്പേസ് ക്രിയേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നും ഇന്റർനാഷണലി ഉണ്ട്. അതെ, നമ്മുടെ ഇവിടെ ആ സ്പേസ് ക്രിയേറ്റഡ് ആയി ഇന്റർനാഷണലി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമിലെ മ്യൂസീഷ്യൻസിൽ ഒരാൾ ജോബ് കുര്യനാണ് ആ ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഈ 10 years കഴിഞ്ഞിട്ടും ഇപ്പോഴും ചേട്ടൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അതൊരു ഭയങ്കര ഒരു ചലഞ്ചാണ്. കാരണം നമ്മളൊരു മ്യൂസിക് നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളൊരു മ്യൂസീഷ്യന് വേണ്ടി പാടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൈസ കിട്ടി നമ്മൾ തിരിച്ചു വരുന്ന സേഫ് സോണാണ്. പക്ഷെ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതിനകത്ത് അപ്പൊ അതിനകത്ത് നിന്ന് പോവുക ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെ ഈ ചലഞ്ചൊക്കെ എങ്ങനെ ഡീൽ ചെയ്തത്? ബിക്കോസ് നമുക്ക് റിട്ടേൺ കിട്ടാൻ കുറെ ടൈം എടുക്കുമല്ലോ. അതെ, റിട്ടേൺ ഒക്കെ വരുമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിട്ടേൺസ് ഇപ്പോൾ വരുന്നുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ആ സമയത്തൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഡ്രൈവ് അങ്ങനെയാണ്. അത് പാട്ടുകൾ ചെയ്യണം, ഇങ്ങനെ ആവണോ, അതുപോലത്തെ പാട്ടുകൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ത്വരയിലത് മുഴുവൻ ചെയ്തു പോയത്. പക്ഷേ ഡൗൺ ദ ലൈൻ അതിപ്പോൾ എനിക്കൊരു എന്താ പറയണ്ടത്, അതിൽ നിന്ന് തിരക്കേടില്ലാത്ത ഒരു വരുമാനവും പ്ലസ് എൻ്റെ കോൺസേർട്സിന് പ്രേക്ഷകർ വന്ന് ആ പാട്ടുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ പിന്നെ ഫസ്റ്റ് വി ഷുഡ് താങ്ക് സോഷ്യൽ മീഡിയ ഫോർ ഓൾ ദിസ് തിങ്. മനസ്സിലായി? ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ബൂം വന്ന് ഇൻ്റർനെറ്റ് ബൂം വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഒത്തിരി പ്രേക്ഷകരിലേക്ക് എത്തിയതല്ല. യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവമാണ് ചിലപ്പം ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ നമ്മൾ ഒരു പ്രേക്ഷകരിലേക്ക് നമ്മുടെ ആർട്ട് പ്രസൻറ്റ് ചെയ്യാനൊരു മീഡിയം വന്നത് അല്ലേ? പണ്ട് ചാനൽസ് ചിലപ്പോൾ പണ്ടൊക്കെ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും പിന്നെ സിനിമകളും മാത്രമാണ് മീഡിയം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. നമുക്ക് ഒത്തിരി മീഡിയമുണ്ട്, ഒത്തിരി ചാനൽസ് ഉണ്ട്. അപ്പോൾ കാലം അതിന് വലിയൊരു ഫാക്ടർ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് അതിലല്ലേ? അതെ, അതിലാണ്. നമ്മൾ അത് ഫോക്കസ് ചെയ്താണ് ഇപ്പം അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത്. മനുഷ്യർ അതിലാണ് കൂടുതലുള്ളത് ഇപ്പോൾ ആക്റ്റീവായിട്ട്. കാലത്തിന്റെ മാറ്റമാണ്.